ഫൗണ്ടേഷൻസ് ഓഫ് ബിസിനസ് ഡിസിഷനിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കി. അതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കാം. ഫസ്റ്റ് ലെസൺ ബേസിക്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആയിരുന്നു. അതിൽ ആദ്യമായിട്ട് വരുന്നത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ വരുന്നുണ്ട്, നേച്ചർ ആൻഡ് ഇമ്പോർട്ടൻസ്, ടൈപ്സ്, ഫാക്ടേഴ്സ്, സ്റ്റേജസ് ആൻഡ് ബാരിയേഴ്സ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ വരുന്ന ടോപ്പിക്സ്. പക്ഷെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കി പോവാം. നിങ്ങൾക്ക് 3 മാർക്സ്, 6 മാർക്ക്, 10 മാർക്സാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ 3 മാർക്സിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിന് തന്നെ ഡിഫൈൻ ഡിസിഷൻ മേക്കിംഗ്, നമ്മളൊരു ഡെഫിനേഷൻ ഇതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ജോർജ് ആർ ടെറിയുടെ ഡെഫിനേഷൻ. അപ്പം അതാണ് ഡിഫൈൻ ഡിസിഷൻ മേക്കിങ്ങിൽ എഴുതേണ്ടത്. പിന്നെ വാട്ട് ഈസ് സ്ട്രക്ചേർഡ് ഡിസിഷൻ, നമ്മൾ ടൈപ്സ് ഓഫ് ഡിസിഷൻ പഠിച്ചു. അതിൽ സ്ട്രക്ചേർഡ് ഡിസിഷൻ എന്താണെന്നും 3 മാർക്കാവുമ്പോൾ ഒരു ചെറിയൊരു പാരഗ്രാഫ് പോലെ എഴുതിയാൽ മതി സ്ട്രക്ചേർഡ് ഡിസിഷൻ. നെക്സ്റ്റ് വൺ അൺസ്ട്രക്ചേർഡ് ഡിസിഷൻ, അതും അതിൽ തന്നെ വരുന്നതാണ്, ടൈപ്സിൽ വരുന്നതാണ്. നെക്സ്റ്റ് വാട്ട് ഈസ് സ്ട്രാറ്റജിക് ഡിസിഷൻ, ടൈപ്സിൽ 3rd വൺ ആണിത്. ടാക്റ്റിക്കൽ ഡിസിഷൻ ആ ടൈപ്സിൽ വരുന്ന 4th ആണ്. വാട്ട് ആർ ഓപ്പറേറ്റിംഗ് ഡിസിഷൻ ടൈപ്സിൽ തന്നെ വരുന്നതാണ്. നെക്സ്റ്റ് 6 മാർക്കിന് വരാൻ സാധ്യതയുള്ളത് എക്സ്പ്ലെയിൻ നേച്ചർ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്, അത് വരുന്നത്. അപ്പോൾ അതിൽ നമ്മളൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് എഴുതുക. പിന്നെ അതുപോലെ നേച്ചേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. ഗോൾ ഓറിയൻറ്റഡ്, ഡൈനാമിക് പ്രോസസ്, കണ്ടിന്യൂസ് പ്രോസസ്, ഇൻ്റലക്ച്വൽ റാഷണൽ പ്രോസസ്, സെറ്റ് ഓഫ് ഓൾട്ടർനേറ്റീവ്, സ്ട്രാറ്റജിക് പ്ലാനിങ്, സക്സസ്ഫുൾ മാനേജീരിയൽ പെർഫോമൻസ്, പ്രോബ്ലം സോൾവിങ്, ഗോൾ അച്ചീവ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ്, ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫിക്കേഷൻ, അങ്ങനെ നേച്ചർ ആൻഡ് ഇമ്പോർട്ടൻസ് പഠിച്ചിട്ടുണ്ട്, അതും എഴുതാം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് അൺസ്ട്രക്ചേർഡ് ഡിസിഷൻ, അൺസ്ട്രക്ചേർഡ് ഡിസിഷൻ ആ ടൈപ്സിൽ വരുന്ന അതിൻ്റെ ഫീച്ചേഴ്സ്. വാട്ട് ഈസ് സ്ട്രക്ചറൽ ആൻഡ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്, സ്ട്രക്ചറൽ ആൻഡ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്തൊക്കെയാണ് തടസ്സങ്ങൾ, അതാണ് ഇതിൽ എഴുതേണ്ടത്. അടുത്ത 10 മാർക്സിൻ്റെ ഏതൊക്കെ വരാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസിഷൻ. ഡിസിഷൻ മേക്കിങ്ങിൽ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ടൈപ്സ് ആണ്. അപ്പോൾ അതിൻ്റെ 10 മാർക്സിന് വരുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നായിട്ട് എഴുതുക. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിസിഷൻ മേക്കിംഗ്, ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതായത് പാസ്റ്റ് ഡിസിഷൻ, കോഗ്നിറ്റീവ് ബയസ്, ഇമോഷൻ, ഡിസിഷൻ മേക്കിംഗ് മോഡൽ, ടൈം കൺസ്ട്രെയിൻ, റിസ്ക്, ഇൻഫർമേഷൻ അവൈലബിലിറ്റി, സോഷ്യൽ ഇൻഫ്ലുവൻസസ്, അതൊക്കെയാണ് ഇതിൽ വരുന്നത്. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രക്ചേർഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്, സ്ട്രക്ചേർഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്താണ് സ്ട്രക്ചേർഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സെന്നും അതിൽ ക്ലാരിറ്റി ആൻഡ് കൺസിസ്റ്റൻസി, എഫിഷ്യൻസി, അക്കൗണ്ടബിലിറ്റി, ക്വാളിറ്റി ഓഫ് ഡിസിഷൻ, റിസ്ക് മാനേജ്മെൻറ്റ്, അഡാപ്റ്റബിലിറ്റി, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്, ഡീറ്റെയിൽ ആയിട്ടും എഴുതാം. അടുത്തത് എക്സ്പ്ലെയിൻ ദ വേരിയസ് സ്റ്റേജസ് ഇൻവോൾവ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ഉൾപ്പെടുന്ന പലതരത്തിലുള്ള സ്റ്റേജസ് ഏതൊക്കെയാണ്. ഐഡൻറ്റിഫൈ ഡിസിഷൻ, gather relevant information, identify alternatives, evaluating, making a choice, implementing the decision, evaluating outcome, monitoring and feedback. ആ പോയിൻറ്റ്സ് ആദ്യം അത് പഠിച്ചു വയ്ക്കുക, പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബാരിയേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, അതൊരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ബാരിയേഴ്സ് എന്തൊക്കെയാണ് ഒരു ഡിസിഷൻ എടുക്കാനുള്ള തടസ്സങ്ങൾ. മെയിനായിട്ട് 5 എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 5 ബാരിയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അത് എഴുതുക. അതിൽ 3 എണ്ണത്തിന് ചെറിയ സബ് പോയിൻറ്റ്സ് ഉണ്ട്, അതും എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈ ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുമാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.